ഹലോ, എല്ലാവർക്കും ഡേയ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ച ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 10 മുട്ടയാണ് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. മുട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഞാനിതാ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 4 അണ്ടിപ്പരിപ്പും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പൂ, ഒരു വഴനയില ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുത്തതാണ്. മാറ്റി വെക്കാം. ഇതാ ഈ സമയം മുട്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് തൊലിയെല്ലാം കളഞ്ഞെടുത്ത മുട്ട ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മുട്ടേൻ്റെ ആ സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടും. ഇതൊന്ന് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും 4 ചെറിയുള്ളിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1.5 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മൂടി വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാള ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. എല്ലാം കൂടി റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങ നല്ലതുപോലെ അരച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാകത്തിന് ലൂസാക്കി എടുക്കണം. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ലൂസാക്കി എടുക്കേണ്ടത്. അത് ചെയ്തെടുക്കാം. കറി പാകത്തിന് ലൂസാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുട്ടയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കറിയെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതാ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.